+1കാരും +2കാരും ഒരുമിച്ച് സ്കൂളിൽ വരൂല. എന്താ വന്നാല് അടിയ, വന്നെങ്കിൽ അടിയ. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അടിയ. ആശുപത്രിയിൽ പോവുക, മാഷന്മാരും പോലീസ് വിചാരിച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. A+ നേടിയ കുട്ടികളാണ് അധികവും. എന്ത് കാര്യം ചേട്ടാ, മനുഷ്യൻ എന്തിനാ അടിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്? എന്ന മനുഷ്യന്റെ കാര്യത്തിൽ പക്ഷിമൃഗാദികൾക്കില്ലാത്ത വിഷൻ മനുഷ്യനുണ്ട്. കാഴ്ചപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സ്വപ്നങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ല. പക്ഷെ പരിമിതമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ലക്ഷ്യം ചെറുതാണെങ്കിലും അവരപ്പൊ തന്നെ അത് ചെയ്യാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രശ്നം ലക്ഷ്യം വലുതാണെങ്കിലും അത് ചെയ്യുന്ന കാര്യം പിന്നേക്ക് മാറ്റിവെക്കും. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാണ് മനുഷ്യ ജീവിതം. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവനാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ പിന്നേക്ക് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അത് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടെന്ന് കണ്ടാൽ, ആ ഭക്ഷണത്തെ കണ്ടാൽ ഉടനെ നാളെ ആ ഭക്ഷണം കഴിക്കാമെന്ന് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അവിടത്തേക്ക് പറക്കുന്നു പോകും എല്ലാ പക്ഷികളും. ഒരു മരം കൊത്തി പക്ഷി അതിന്റെ കൂട് കൂട്ടാൻ ഒരു മരം കൊത്തണം എന്ന് താല്പര്യമുണ്ടായാൽ അപ്പോ അത് നാളേക്ക് മാറ്റിവെക്കില്ല, അപ്പൊ തന്നെ കൊത്താൻ തുടങ്ങും. എന്ന മനുഷ്യന്റെ കാര്യത്തിൽ പക്ഷിമൃഗാദികൾക്കില്ലാത്ത വിഷൻ മനുഷ്യനുണ്ട്. കാഴ്ചപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സ്വപ്നങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ല. പക്ഷെ പരിമിതമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ലക്ഷ്യം ചെറുതാണെങ്കിലും അവരപ്പൊ തന്നെ അത് ചെയ്യാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രശ്നം ലക്ഷ്യം വലുതാണെങ്കിലും അത് ചെയ്യുന്ന കാര്യം പിന്നേക്ക് മാറ്റിവെക്കും. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ. ഒരു കവിതയുണ്ട്, ഒരു കവിത ഞാൻ കേട്ടിട്ടുണ്ട്. ആ കവിത ഇതാണ്: രാവിലെ എഴുന്നേറ്റ് നടക്കണം, പിന്നെ ആവട്ടെ. കൃഷി ചെയ്യണം, പിന്നെ ആവട്ടെ. നാട്ടുകാരുമായി നന്നായിട്ട് ഇടപെടണം, പിന്നെ ആവട്ടെ. പുസ്തകങ്ങൾ വായിക്കണം, പിന്നെ ആവട്ടെ. നന്നായി എക്സസൈസ് ചെയ്യണം, പിന്നെ ആവട്ടെ. അവസാനം നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, നാറും, ഇപ്പൊ തന്നെ എടുക്കണം. ഒരു പണി എടുക്കാണ്ട് അവസാനം ചത്തു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, ഇപ്പൊ തന്നെ എടുക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ വിഷൻ മിഷനാക്കി മാറ്റാൻ കഴിവുള്ളവരെയാണ് മനുഷ്യൻ. നിങ്ങളുടെ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് എന്തിനാണ്? അവര് പഠിക്കണം, പഠിച്ചിട്ടോ ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ടോ വീടെടുക്കണം, വീടെടുത്തിട്ടോ കുറെ ഭക്ഷണം വാങ്ങണം, തിന്നണം, കിടന്നുറങ്ങണം, മക്കളെ ഉണ്ടാക്കണം, മുറ്റത്ത് കുറെ പൂക്കൾ പിടിപ്പിക്കണം, തീർന്നു, എന്നിട്ട് മരിക്കണം. ഇതാണോ മനുഷ്യ ജീവിതം? മക്കളെ, രക്ഷിതാക്കളെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാണ് മനുഷ്യ ജീവിതം. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന പടച്ച തമ്പുരാനെ, ദൈവത്തെ, അള്ളാഹുവിനെ, വിഷ്ണുവിനെ കണ്ടെത്തിയവൻ മനുഷ്യൻ മാത്ര. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരാളും പ്രാർത്ഥിച്ചിരുന്നില്ല. തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക, ഈ പണി മാത്രം എടുക്കുന്നവരാക്കി ചുരുക്കി കാണുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരായി മാറും. നമ്മുടെ കുട്ടികളെ 10ലും +2ലൊക്കെ ചേർക്കുമ്പോൾ ഉള്ള അവസ്ഥ, ഞാൻ ഇന്നലെ ഒരു സ്കൂളിൽ പോയി, മിഞ്ഞാന്ന്. +1കാരും +2കാരും ഒരുമിച്ച് സ്കൂളിൽ വരൂല. എന്താ വന്നാല് അടിയ, വന്നെങ്കിൽ അടിയ. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അടിയ. ആശുപത്രിയിൽ പോവുക, മാഷന്മാരും പോലീസ് വിചാരിച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. A+ നേടിയ കുട്ടികളാണ് അധികവും. എന്ത് കാര്യം ചേട്ടാ, മനുഷ്യൻ എന്തിനാ അടിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്? ഒരു 2 പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ ആ പട്ടിക്കുട്ടി പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി മുറിച്ച് ഞാൻ എടുക്കാം എന്ന് പറയാനുള്ള പകുതി നീ എടുക്കാം എന്ന വാക്കൊന്നും അതിനറിയില്ല. അതാരാണോ ശക്തിയുള്ളത്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ അടികൂടി കൊണ്ടുപോകും. എന്നാൽ മനുഷ്യന് വാക്കുകളുണ്ട്, വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയുന്ന മനസ്സുണ്ട്, വികാരങ്ങൾ അറിയുന്ന ഹൃദയമുണ്ട്, അർത്ഥം എങ്ങനെയുണ്ടായെന്നും അതിന്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കുമെന്നും അറിയാവുന്ന ബോധമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ തമ്മിൽ കടികൂടുന്നുണ്ട്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലിങ്ങനെ കടിപിടി കൂടണത്, അല്ലെ? തിരിച്ചറിവുണ്ടാവണം. ഭക്ഷണത്തിന് വേണ്ടിയല്ലേ 3/4 മണിക്കൂറായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, 3/4 മണിക്കൂറായി. ഈ 3/4 മണിക്കൂർ വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ചായയും ഉണ്ണിയപ്പവും തരണമെന്ന ചിന്ത ഇതിന്റെ സംഘാടകർക്ക് ഉണ്ടായില്ല. പ്രസംഗം തോട്ടങ്ങുന്നവരെ അവർ കാത്തുനിന്നില്ലേ? അതിനാ വിവരമില്ലായ്മ എന്ന് പറയാം. മനസ്സിലായോ? അതിനാ വിവരമില്ലായ്മ എന്ന് പറയാം. ഇത്ര നേരം ഇത്ര ആളുകൾ വെറുതെ ഇരിക്കുക. അപ്പൊ അറിവുണ്ടായിട്ട് കാര്യമില്ല.
അത് ബോധമായി മാറണം. പഠിച്ചിട്ട് A+ നേടിയാൽ പോരാ, അവർക്ക് ആ A+നെ ജീവിതവുമായിട്ട് പ്ലസ് ചെയ്യുവാനുള്ള പഠനം ഉണ്ടാവണം. അവരുടെ അറിവിനെ, പഠിച്ചതിനെ ജീവിതവുമായി പ്ലസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ A+ കാര്യമില്ല. അത് എപ്പോഴാ തുടങ്ങണ്ടേ? 10ാം ക്ലാസ്സിലും +2-നും പഠിക്കുമ്പോ രക്ഷിതാക്കള് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. എന്റെ മകൻ 10ലാണ്, എന്റെ മകൻ +2 ആണ്, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് വിജയിപ്പിക്കണം. എന്തൊരു ബേജാറാണ്. ഒരു കാര്യമില്ല. രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 10ലും +2ലും ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ പ്രൈമറി വിദ്യാലയത്തിൽ ഇരിക്കുമ്പോൾ രക്ഷിതാക്കളുടെ അന്വേഷണവും അറിവും പ്രതികരണവും ഇടപെടലുമാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നെൽകൃഷിയിൽ കതിര് വന്നിട്ട് അതിന് വളമിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. കതിര് വരുന്നതിന് മുമ്പേ അത് ഞാറ് പൊരിച്ച് നാട്ടും. ആദ്യം വിത്ത് വെറുതെ വിതറിയിട്ട് പൊടിച്ചു വന്ന വിത്ത്, ആ ചെടികൾ, അതിനാണ് ഞാറ് എന്ന് പറയുക കേട്ടോ. ഈ ഞാറുകൾ പൊരിച്ചെടുത്തിട്ട് ചളിക്കണ്ടത്തിൽ വിട്ട് നാട്ടും. നാട്ടുന്നതിന് ഞങ്ങൾ ഇവിടെ പറയാ നാട്ടീന്ന. ഈ നാട്ടിയ ഉടനെ ഈ കുട്ടികൾ വീട്ടിൽ അച്ഛനമ്മമാരുടെ മടിത്തട്ടിൽ സ്വാഭാവികമായി വിത്ത് മുളച്ചു വന്നവരാണ് ഈ കുട്ടികളെല്ലാം. ആ വീട്ടിലിരിക്കേണ്ട കുട്ടികളെയാണ് വീട്ടിൽ നിന്ന് പൊരിച്ചിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയി നാട്ടി. മനസ്സിലായോ? ഈ നാട്ടി നടുന്നത് പ്രൈമറി വിദ്യാലയത്തിലാണ്. 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ചേർത്ത ആ സമയത്താണ്. ഈ സമയത്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ടത്. ഈ സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നെ +2-നും SLC-ക്കും ഒക്കെ ബേജാറായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങൾ വളരുന്നോ, ദേവാലയങ്ങൾ വളരുന്നോ? അല്ലേ? പണ്ടത്തെ പള്ളിയാ? എത്ര മനോഹരമായ പള്ളികളാ, എത്ര മനോഹരമായ അമ്പലമാണ്, എത്ര സുന്ദരമായ സ്കൂളാണ്. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ ഇല്ലേ, മിക്ക ദിവസവും ഉണ്ടാവും എല്ലാ കുട്ടിയും, ഏതെങ്കിലും ഒരു കുട്ടി കാലിന്റെ മേലെ ഡെസ്ക് വീണിട്ട് നഖം പറഞ്ഞു പോയിട്ട് ഒരു ഓട്ടം കരഞ്ഞുകൊണ്ടൊരു നടന്നു പോകുന്നുണ്ടാവും. എങ്ങനെയാ നഖം പറയുന്നതെന്നറിയോ? ഡെസ്കും ബെഞ്ചും കാലിന് വീഴും. ഇങ്ങനെ കാലിന് വീഴുന്നത് അതെന്തോ തെറ്റ് ചെയ്തിട്ടാണോ? ഇതല്ല. മിക്ക ഡെസ്കിനും മുക്കാല മുക്കാബല എന്നുള്ള പാട്ട് കേട്ടില്ലേ നിങ്ങള്? മുക്കാല 4 കാലുണ്ടാവില്ല, 3 കാലേ ഉണ്ടാവും. അപ്പൊ ഉരുണ്ട് വീഴും. അല്ലെങ്കിൽ ഈ തറയില്ലേ കുണ്ടും കുഴിയായിരിക്കും, കുഴിയിൽ കാല് തട്ടുമ്പോ മറിഞ്ഞ് വീഴും, നഖത്തിന്റെ മേലെ തന്നെ വീഴും. അപ്പൊ നഖം പറഞ്ഞു പോകും. എന്നിട്ട് ഉപ്പുതുണിയും ചുറ്റിയിട്ട് മാഷമാറി കുട്ടിയെ സ്കൂളിൽ വീട്ടിലേക്ക് അയക്കും. കരഞ്ഞുകൊണ്ട് കുട്ടി നടന്നു പോകും. ഇന്ന് അങ്ങനെയുള്ള ഡെസ്ക് ഉണ്ടോ? ബെഞ്ചുണ്ടോ? എല്ലാ തറയും സിമെന്റോ ടൈൽസോ ആയില്ലേ? നല്ല ചുമരല്ലേ? നല്ല ക്ലാസ് റൂം അല്ലേ? നല്ല പാഠപുസ്തകല്ലേ? ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും മെയ് 2-ാം തീയതി ജയിച്ചോ തോറ്റോ എന്നുള്ള പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ട് സ്കൂളിൽ. ഇപ്പൊ 10ാം ക്ലാസ് റിസൾട്ട് അല്ല, എല്ലാ ക്ലാസ്സിലും റിസൾട്ട് ഉണ്ടാവും. 2-ന്ന് ജയിച്ചോ, 3-ന്ന് ജയിച്ചോ, 4-ന്ന് ജയിച്ചോ എന്ന് പറയും. അങ്ങനെ ലിസ്റ്റ് നോക്കാൻ പോയതിന്റെ പിറ്റേ ദിവസം മിക്ക വീട്ടിലെ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിന് മുന്നിൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ ഉണ്ടാ രാവിലെ വന്ന് നിന്നിട്ട് എന്തിനാണെന്നറിയോ? പഴയ പാഠപുസ്തകം തരുമോ? പകുതി പൈസക്ക് പഴയ പാഠപുസ്തകം കൊടുക്കും. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി പഴയ പാഠപുസ്തകത്തിന് ചോദിച്ചു പോകുന്നുണ്ടോ? ഇല്ല. നല്ല പാഠപുസ്തകങ്ങൾ പുതിയതല്ലേ, സർക്കാർ കുറെ കൊടുക്കുന്നുണ്ട്, രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നല്ല നോട്ട് ബുക്കാണ്, നല്ല പേനയാണ്. അന്ന് ഞങ്ങൾക്ക് കടലാസ് പെൻസിൽ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിലേ അന്ന് കിട്ടുന്ന അടിയത. ഒരു കടലാസ് പെൻസിൽ കൊണ്ട് 1 കൊല്ലം തികക്കണം. ഇപ്പൊ എത്ര പേനയാണ്, എത്ര റബ്ബറാണ്, എത്ര ബോക്സാണ്, എന്ത് നല്ല കുപ്പായാണ്. ഞങ്ങൾ സ്കൂളും വിട്ട് വന്നാല് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ധരിക്കാനുള്ള ട്രൗസർ പിൻഭാഗോട്ടയായിരിക്കും. കാരണം അന്ന് ഞങ്ങള് ഈ കൗങ്ങിന്റെ പാളയിൽ ഇരുന്ന് വലിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കളി. ഈ പാള കീറും, ചരളിന് കുടുങ്ങിയിട്ട് പാളയും കീറും, പാള കീറിയ ട്രൗസർ കീറും, പിൻഭാഗം ഓട്ടയായിരിക്കും. വീട്ടിലാരെങ്കിലും വന്നാലില്ലേ ഞങ്ങളെ കാണാൻ വിളിച്ച സ്റ്റാൻഡേർഡീസ് ആയിട്ട് നിൽക്കും, ഓട്ട പോത്തണ്ടേ. അതാ അങ്ങനത്തെ ട്രൗസറാ. ഇന്ന് നല്ല ട്രൗസർ ഉണ്ട്. ഇപ്പൊ അന്ന് കീറിപ്പോയിട്ട് ഇപ്പൊ ഉടുത്തിട്ട് ജീൻസ് വാങ്ങി കീറിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കീറിയ ജീൻസ് ഇടുന്നത് ഫാഷനായി. നല്ല വസ്ത്ര, പിന്നെ നല്ല ഭക്ഷണല്ലേ. പണ്ട് ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയാ സ്കൂളിൽ പോയേ, ഉപ്പുമാവ് തിന്നാൻ. കാരണം വീട്ടിൽ പട്ടിണിയാ. ഇന്ന് എത്രയാ മീന്, എത്രയാ ഇറച്ചി, എത്രയാ കുട്ടികൾ തിന്നുന്ന നല്ല ഭക്ഷണ. അപ്പൊ സ്കൂളിന്റെ കെട്ടിടം വളരുന്നു, സ്കൂളിന്റെ മുറ്റം നല്ല ഇന്റർലോക്ക് ആക്കിയിരിക്കുന്നു, നല്ല പാഠപുസ്തകം, ടീച്ചർമാരാണെങ്കിലോ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും. നമ്മളെല്ലാം പഠിപ്പിച്ച മാഷന്മാരെ കോലോ.
പുകയൽ തണ്ട് പോലെ വയസ്സനും വയസ്സത്തിയായ മാഷന്മാരും ടീച്ചർമാർ ഇപ്പൊ 55-ാമത്തെ വയസ്സിൽ പിരിയാൻ പോകുന്ന മാഷ നിങ്ങൾ നോക്കിയട്ടെ, എന്ത് സുന്ദരന്മാരാ, എന്ത് സുന്ദരികളാ. ഇതൊക്കെ നന്നാവുന്നു. പക്ഷേ ഇനി അടുത്ത ചോദ്യം, ഇതിന് തക്കതായി നമ്മുടെ നാട്ടിൽ സംസ്കാരം വളരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ സ്നേഹം വളരുന്നുണ്ടോ, കരുണ വളരുന്നുണ്ടോ, സഹാനുഭൂതി വളരുന്നുണ്ടോ, ദയ വളരുന്നുണ്ടോ, മര്യാദ വളരുന്നുണ്ടോ, ധാർമ്മികത വളരുന്നുണ്ടോ? അപ്പൊ എന്താ കുഴപ്പോ? ഒരു ഡോക്ടർ പണ്ട് പറഞ്ഞിരുന്നു, ഓപ്പറേഷനിൽ നന്നായി വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. ഓപ്പറേഷൻ വിജയിക്കുന്നു, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. ഞാൻ എന്താക്കാനാണ്? സ്കൂളെല്ലാം ഗംഭീരമാണ്, പക്ഷെ അതിന് തക്കതായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ, തലമുറയെ എത്തിക്കാൻ കഴിയാത്തതെന്തേ? ഗൗരവതരമായി പരിശോധിക്കണം. അതിനുവേണ്ടിയാ നമ്മൾ മാഷന്മാരും പരിശോധിക്കണം, കുട്ടികളും പരിശോധിക്കണം, രക്ഷിതാക്കളും നാട്ടുകാരും മുനിസിപ്പാലിറ്റിക്കാരും എല്ലാവരും പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അറിവിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിൽ നമ്പർ 1 ആയിരുന്നു പണ്ട്. അത് നമ്മൾ പറഞ്ഞല്ല, വിദേശികൾ പറഞ്ഞു.